മലപ്പുറം ജില്ലാ വിഭജനം ചർച്ചയായിരിക്കെ UDF പ്രതിനിധി സംഘം ഇന്ന് ജില്ലയിൽ സന്ദർശിക്കും. ഭരണപരമായ സൗകര്യത്തിന് വേണ്ടി ജില്ല വിഭജിക്കണമെന്ന ആവശ്യമാണ് മുസ്ലിം ലീഗ് അടക്കം ആവശ്യപ്പെടുന്നത്. എന്നാൽ BJP ഉൾപ്പെടെ സംഘടനകൾ വിഭജനത്തിനെതിരെ രംഗത്തുമുണ്ട്. അനുമോദ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, 16-ാം തീയതിയായിരുന്നു ഞാനായിരുന്നു മലപ്പുറത്തിൻ്റെ പിറന്നാൾ എന്ന് വേണമെങ്കിൽ തന്നെ വിളിക്കാൻ. അപ്പോൾ മുതൽ തന്നെ ഇങ്ങനൊരു ആവശ്യം, ഇങ്ങനൊരു മുറവിളി ശക്തമായിട്ട് തന്നെ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നൊരു മാസ്റ്റർ പ്ലാൻ വരെയുണ്ട്. പുതിയ ജില്ല വേണമെന്നൊരു ആവശ്യം ശക്തമാകാനിരിക്കെ എങ്ങനെയായിരിക്കും ഇതിൻ്റെ തുടർ നടപടികൾ? ഇന്ന് എന്തൊക്കെയായിരിക്കാം സംഭവിക്കുക? ഹരി, ഇന്ന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കാണുവാൻ വേണ്ടി UDF-ന്റെ സംഘം തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. 2 ദിവസം അവർ ക്യാമ്പ് ചെയ്തിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ബജറ്റ് തയ്യാറാക്കുന്നതിന്റെ തിരക്കിലായതിനാൽ അവർക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കാനും സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ അടുത്ത ആഴ്ച, ഈ ബജറ്റിന് ശേഷം അടുത്ത ആഴ്ച വീണ്ടും മുഖ്യമന്ത്രിയെ കാണാനുള്ളൊരു നീക്കത്തിലാണ് UDF സംഘമുള്ളത്. നമുക്കറിയാം, മുസ്ലിം ലീഗോ കോൺഗ്രസോ പാർട്ടികൾ എന്ന നിലയിലല്ല ഈ ഒരു വിഭജനം മുന്നോട്ട് വയ്ക്കുന്നത്. ജനസംഖ്യാനുപാതികമായിട്ട് വികസനം സാധ്യമാകണമെങ്കിൽ പുനഃക്രമീകരണം വേണം എന്ന ഒരു അഭിപ്രായമുണ്ട്. ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരു പഠനം നടത്തുവാൻ ഒരു സംഘത്തെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതായത് പുനഃക്രമീകരണം എന്ന ഒരു കാര്യം മുന്നോട്ട് വെച്ച് മലപ്പുറം ജില്ലാ വിഭജനത്തിലേക്ക് കാര്യങ്ങൾ എത്രമാത്രം സാധ്യമാണ് എന്നത് പരിശോധിക്കുക. തുടർന്ന് അങ്ങനെ ഒരു പഠനം നടത്തിന്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായിട്ട് ഇത് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നാണ് ഇവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. BJP ആകട്ടെ മലപ്പുറം ജില്ല മാത്രമായി വിഭജിക്കുന്നതിനോട് യോജിക്കാനാകില്ല. മറിച്ച് ജനസംഖ്യാനുപാതികമായി ഭൂവിസ്തൃത അടിസ്ഥാനത്തിൽ വികസനം സാധ്യമാകണമെങ്കിൽ മറ്റു പല ജില്ലകളും സമാനമായ രീതിയിൽ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ മലപ്പുറവുമാകാം എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷം ഇതുവരെ ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് തുറന്നു പറഞ്ഞിട്ടുമില്ല. ഹരി, വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.